وقالوا لن يدخل الجنة إلا من كان هودا أو نصارى تلك أمانيهم قل هاتوا برهانكم إن كنتم صادقين. സൂറത്തുൽ ബഖറയിലെ 111 ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമതായി ലൻ യദ്ഖുലൽ ജന്നത ഇല്ല. ഇവിടെ അൽ ഇദ്ഗാം ബിഗുന്നയുടെ ഉദാഹരണമാണ്. സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നു. സുക്കൂനുള്ള നൂനിനെ യായിൽ ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ഇല്ലാ മൻ കാന, സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് വന്നു. കാഫ് അൽ ഇഖ്ഫാ ഉൽ ഹഖീഖിയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. സുക്കൂനുള്ള നൂനിൻ്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. മൻ കാന. ഇൻ കുൻതും സാദിഖീൻ, ഇവിടെ 2 സ്ഥലങ്ങളിലും ഇഖ്ഫാ ചെയ്യേണ്ടതാണ്. നേരത്തെ പറഞ്ഞ അൽ ഇഖ്ഫാ ഉൽ ഹഖീഖി തന്നെയാണ് നിയമം. ഒന്നും കൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وقالوا لن يدخل الجنة إلا من كان هودا أو نصارى تلك أمانيهم قل هاتوا برهانكم إن كنتم صادقين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد أشرف الأنبياء وأشرف المرسلين وعلى آله وعلى صحابته أجمعين وعلى من تبعهم بإحسان إلى يوم الدين وبعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 111 ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വഖാലൂ ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസ്വാറാ തിൽക അമാനിയുഹും ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സ്വാദിഖീൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ച വാക്കാർത്ഥങ്ങൾ വഖാലു, അവർ പറയുകയാണ്, ലൻ യദ്ഖുല, പ്രവേശിക്കുന്നതേയല്ല, അൽ ജന്ന, സ്വർഗത്തിൽ, ഇല്ലാ മൻ കാന, ആയവരൊഴികെ, ഹൂദൻ, യഹൂദികൾ, ഔ നസ്വാറ, അല്ലെങ്കിൽ നസ്വാറാക്കൾ, തിൽക്ക, അത്, അമാനിയുഹും, അവരുടെ മോഹങ്ങളാണ്, ഖുൽ, പറയുക, ഹാതു, കൊണ്ടുവരിക, ബുർഹാനക്കും, നിങ്ങളുടെ തെളിവ്, ഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ, സത്യവാൻമാർ. അപ്പോ ഈ ആയത്തിന്റെ അർത്ഥം, അവർ പറയുകയാണ്, യഹൂദികളോ നസ്വാറാക്കളോ ആയവരല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതേയല്ല, അതവരുടെ വ്യാമോഹങ്ങളത്രേ. പറയുക, നിങ്ങളുടെ തെളിവ് കൊണ്ടുവരുവിൻ, നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ. ഇവിടെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വേദക്കാരായ ആളുകൾ അവർ വഴിപിഴച്ചു പോകുവാൻ കാരണമായ ഒരു വെറും വർത്തമാനമാണ് സ്വർഗത്തിന്റെ ആളുകൾ അത് തങ്ങളാണ് എന്ന യഹൂദികളുടെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന ആ ക്രൈസ്തവരുടെയും വാദം. അള്ളാഹുവിന്റെ അടുക്കൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വാദങ്ങളാണ് ഇത് എന്ന് വ്യക്തമാക്കുകയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. വേദക്കാരുടെ ഈ വാദത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് തുടങ്ങുന്നത്. വഖാലൂ ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസ്വാറ, അവർ പറയുകയാണ്, യഹൂദികളോ നസ്വാറാക്കളോ ആയവരല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതേയല്ല.
തെളിവിന്റെ ഒരു അംശമില്ലാത്ത, അള്ളാഹുവിന്റെ പക്കൽ നിന്ന് യാതൊരു രേഖയും അവതരിപ്പിച്ച് കിട്ടിയിട്ടില്ലാത്ത കേവലം വ്യാമോഹം മാത്രമാണ് ഇത് എന്ന് തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത്. സഹോദരങ്ങളെ, ഇതേ രൂപത്തിലുള്ള പൊള്ളയായ വർത്തമാനങ്ങൾ വേദക്കാരായ ആളുകൾ പല അവസരത്തിലും അവർ പ്രകടിപ്പിക്കാറുള്ളതാണ്. സൂറത്തുൽ മാഇദയിലെ 18-ാമത്തെ ആയത്തിൽ കാണാം, യഹൂദികളും നസ്വാറാക്കളും പറയുകയാണ്, നഹ്നു അബ്നാഉല്ലാഹി വ അഹിബ്ബാഉഹു, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും അവന് പ്രിയപ്പെട്ടവരുമാകുന്നു എന്ന്. അതായത് തങ്ങൾ അള്ളാഹുവിന്റെ മക്കളും ഇഷ്ടക്കാരുമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിലും നാളെ പരലോകത്തുമൊക്കെയുള്ള വിജയം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് രക്ഷ ലഭിക്കുക എന്ന് പറയുന്നത്, അത് ഞങ്ങളുടെ മാത്രം അവകാശമാണ്. ആ നിലക്ക് ഞങ്ങൾ എന്തു തന്നെ പാപം ചെയ്താലും ഞങ്ങൾക്ക് അവൻ എല്ലാ കാര്യങ്ങളും പൊറത്തു തരികയും അതുപോലെ തന്നെ മാപ്പാക്കി തരികയും വിട്ടുവീഴ്ച ചെയ്തു തരികയും ചെയ്യുന്നതാണ് എന്ന സഹോദരങ്ങളെ വേദക്കാരായ ആളുകൾ വാദിച്ചിരുന്നത്. വേദക്കാരുടെ ഇത്തരം വാദങ്ങളെ ഗണ്ണിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് ചെയ്യുന്നത്. തിൽക അമാനിയുഹും, അതവരുടെ വ്യാമോഹം മാത്രമാണ് എന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, ഈ രൂപത്തിൽ യഹൂദ ക്രൈസ്തവ വിഭാഗങ്ങൾ അയച്ചുവിടുന്ന വർത്തമാനങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു അടിസ്ഥാനമുണ്ട് എങ്കിൽ, അതിന് വല്ല പ്രമാണമോ രേഖയോ ഉണ്ട് എങ്കിൽ അള്ളാഹു അവരോട് ചോദിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. ഖുൽ ഹാതു ബുർഹാനക്കും ഇൻ കുൻതും സ്വാദിഖീൻ, പറയുക, നിങ്ങളുടെ തെളിവ് നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് നിങ്ങളുടെ വർത്തമാനങ്ങൾക്ക് രേഖയായി കൊണ്ടുവല്ല തെളിവുണ്ട് എങ്കിൽ, നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ നിങ്ങൾ ആ തെളിവാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. അങ്ങനെ അവരോട് ആ തെളിവ് സമർപ്പിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിക്കുകയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ സൂറത്തുൽ ബഖറയിലെ ഈ 111-ാമത്തെ ആയത്തിൽ ഇന്ന് നമുക്കിവിടെ സംസാരിക്കാനുള്ളത്. ഇനി ഏതാനും ചില വിഷയങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് അടുത്ത ഒരു ക്ലാസ് കൂടി ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ ഇൻഷാ അല്ലാഹ് ഇവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ കേട്ടതും പഠിച്ചതുമായ കാര്യങ്ങൾ, അതിനുവേണ്ടി നമ്മൾ ഇവിടെ സമയം ചെലവഴിച്ചതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.